വാടി പോണ സമയപ്പോൾ ഇങ്ങോട്ട് എണീറ്റ് വന്ന് തണുപ്പത്തൊന്നും ഇങ്ങോട്ട് എണീക്കുന്നില്ല ചൂടായത് കാരണം. കണ്ട ഡാഡ പോണ കണ്ട ഓ ഓ എന്തിനിങ്ങനെ ഇട്ട് ഉരക്കുന്ന നീ. അപ്പം എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. പതിവ് പോലത്തെ ഡയലോഗ് തന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ ഇവൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഫ്രണ്ട്സ്. ചുറ്റി അടക്കടാ. എടാ അവിടെ ഇരിക്കട്ടെ, അച്ഛൻ ഷൂ ഒക്കെ ഇടട്ടെ, അവിടെ നിൽക്ക്. നോ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ മമ്മ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ മമ്മ, ചോദിക്കട്ടെ. അച്ഛൻ ഷൂ ഇടുന്നൊക്കെ നോക്കി നിൽക്കുന്ന കേട്ടോ. ഇങ്ങനെ പിന്നെ അച്ഛൻ്റെ വാലേ തൂങ്ങി നടന്നോളെ. അച്ഛൻ പോയി കഴിയുമ്പം പിന്നെ മമ്മിയുടെ വാലാണ് തൂങ്ങി നടക്കുന്നത്. പിന്നെ അച്ഛൻ്റെ വാലെന്നാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. അച്ഛനമ്മ ഇടക്കിടക്കൊക്കെ ഒന്ന് ഗേറ്റിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകും. അച്ഛൻ്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നത്. അതേ പൊന്നു ബാഗ് എടുത്തോണ്ട് വാ. അതേ ബാഗ് എടുത്തേ. അച്ഛൻ്റെ ബാഗ് ഇവിടെ കാണിച്ചു കൊടുത്തേ എവിടെ ബാഗ്. ഓ ഓ ഓ ഇടക്കിടക്കൊരു ചാട്ടമുണ്ട്, നല്ല രസം. തലയൊക്കെ ചരിഞ്ഞിങ്ങനെ ഒരു ചാട്ടം. അച്ഛന് ബാഗ് ഉണ്ട് പൊന്ന, ബാഗ് എന്തി. ബാഗാണോ അച്ഛൻ്റെ ബാഗാണോ? ബാഗ് എടുത്തപ്പോൾ തുള്ളി, 2 തുള്ളലൊക്കെ തുള്ളി ബാഗ് എടുത്തപ്പോൾ. അതെ കണ്ടോ, ഓട്ടം കണ്ടോ, അവൻ മുമ്പിലേ ഇറങ്ങി. ഇതൊരു പതിവ് കാഴ്ചയില്ലേ നിങ്ങൾക്ക് ഫ്രണ്ട്സ്, ഇങ്ങനെ കൊണ്ടാക്കുന്നത്. ഒരു ഭാഗ്യം ചെയ്യണം കേട്ടോ. മക്കൾ പോലും കൊണ്ടുവന്നെങ്കിൽ ഇതുപോലെ ആക്കൂല. ഇത് കണ്ടോ, ഗ്രില്ല് ഉറക്കട്ടെ പൊന്നാ, ഗ്രില്ല് ഉറക്കട്ടെ. അതെടുക്കാം മെനിയാന്നല്ല. എന്നിട്ട് പിന്നെയും ദീപക്കിന് ഞാൻ ചാവി ഇട്ട് കൊടുത്തു അതിൽ. ആ ബാഗ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടോ ചോദിക്കുന്നത് കേട്ടോ. ഭയങ്കര വെയിൽ പോന്നാ, ചൂട് ഭയങ്കരം. 9 മണിക്ക് ഈ ചൂടാണെങ്കിൽ ഒന്ന് ഇനി ഒന്ന് ആ ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ തലയൊക്കെ ഇട്ട് പുറത്തൊന്നും പോവില്ല കേട്ടോ. അങ്ങനെയൊന്നും നമ്മൾ ഗേറ്റ് തുറന്നാലും പുറത്തൊന്നും പോവില്ല. അതിന് വിഷമമാണ്. എല്ലാവരും വീട്ടിൽ വേണമെന്ന്. അത് കണ്ടോ. ഇനി ഒന്ന് പുറത്തേക്ക് തലയൊക്കെ ഇട്ട് അച്ഛൻ പോകുന്നു നോക്കി ഒന്ന് തടവിയൊക്കെ കൊടുത്ത് ഒക്കോളൂ, പറഞ്ഞാലൊക്കെ അനുസരിച്ചോളൂ. കയറിക്കോ. അച്ഛൻ പോയി. മമ്മി വരുന്നു. മമ്മി ഒരിടത്ത് പോകുന്നില്ല ഒരിടത്ത്. അതേ വരുന്നു പോക്കോ. ബോളാണല്ലോ, ബോൾ കിട്ടി. അതെടുത്തിട്ട് കളിക്കുന്നത് ഓടുന്നതാണ് കേട്ടോ. എനിക്ക് വയ്യ ചക്കൻ. ഓ ഓ ഓ ഓ ഓ ഓ ഓട്ട എന്തോ ഓട്ടം ഇത്, എന്തോ ഓട്ടം. വാ എന്നാ ബോളെടുത്തിട്ട് ഓട്ടം കണ്ടോ. തരാം മമ്മ. ബോൾ കളിയാണ് കേട്ടോ. അവിടെ ഇടല്ലേ, പുറത്തിടല്ലേ. മമ്മ പുറത്ത് പോകും. തന്നെ ഒന്ന് ബോൾ കളിക്കണതാ കേട്ടോ. കട്ടിൻ്റെ അടിയിലേക്ക് കട്ടിൻ്റെ അടിയിലേക്ക് ഇടല്ലേ പൊന്നാ, കട്ടിലിൻ്റെ അടിയിലേക്ക് ഇടല്ലേ. പിന്നെ പാടാണ്. പിന്നെ തട്ടിപ്പറിക്കണ എൻ്റെ കയ്യിൽ നിന്ന്. കണ്ടോ ബോൾ കളി. വാ എടുക്ക ഓടിപ്പോ. എടുത്തോ എന്നാ. ബോള്
എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ. കണ്ടോ കട്ടണ നോക്കൂ കൈ കൊണ്ട്. നല്ല രസമാണ് കേട്ടോ. എൻ്റെ കൂടെ നിന്ന് സമ്മതിക്കണം. എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ. എവിടെ എവിടെ തട്ട് തട്ട് കൈ കൊണ്ട് തട്ട് പൊന്ന്. പൊന്ന് കൈ കൊണ്ട് തട്ടിയ പൊന്ന് കൈ കൊണ്ട് തട്ടിയത്. ചോ ഓ ഓ ഓ എടുത്തോണ്ട് ഓടി വാ. നോക്കിക്കല്ലേ കൈ കൊണ്ട് തട്ട്. അത് തന്നെ അത് തന്നെ. കലക്കി കലക്കി കലക്കി. അടിപൊളി അടിപൊളി. എടുത്തോണ്ട് വാ എടുത്തോണ്ട് വന്നേ. എടുത്തോണ്ട് വാ. അതെടുക്കൂല, അത് മമ്മി എടുത്തു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇവൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇവൻ്റെ കളികളും ചിരികളും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിൽ പോയി അതാണ് ഈ നോക്കുന്നത്. വാ മമ്മി എടുത്തു തരാം. വാ മമ്മി ഒന്നീ കളിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ മടിയിൽ തല വെച്ചവനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം. പണിയുടെ ഇടയിലാണ് ഇതൊക്കെ. എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ പൊന്നു. എടുത്തോണ്ട് വാ. ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ. വായിലുണ്ട്. ഓഹോ വായിന്ന് എടുത്തിട്ട് കൈ കൊണ്ട് തട്ടുന്നത്. എടുത്തോണ്ട് വന്നേ. എടുത്തോണ്ട് വന്നിട്ട് തട്ട് പൊന്ന്. വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാട്ടോ. 9 മണിയായപ്പോഴും ഇത്ര പേരും ചൂട്. 9 മണിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ടാങ്കൊക്കെ വെള്ളം ചൂടാവും കേട്ടോ. പിന്നെ ഒഴിക്കാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരം മോട്ടർ അടിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഈ ചൂടത്ത് കയറി വരണ്ടാന്ന്. എന്നാലും കയറി വരും എൻ്റെ പിറക. അച്ഛൻ പോയി കഴിഞ്ഞാൽ കയറി വരും. അച്ഛൻ പോയതിൻ്റെ വിഷമം മാറാൻ ആ ബോൾ കളിയൊക്കെ ഒന്ന് തന്നെ കളിച്ചതാട്ടോ. പാവം അച്ഛൻ ഇത്രയും വയസ്സാം കാലത്ത്. ആരോ വരുന്നു, ഓടുന്നു കണ്ടോ, ആരോ വരുന്നു. ആരാ പൊന്നാ? ആരാണ്? ചേട്ടനാണ്. ബാ താഴെ പോവാ. ആ മുകളിൽ വന്നിട്ടേ ചെളിയിൽ കിടന്നു കേട്ടോ. കാലയിലൊക്കെ ചെളിയായത്. ഇപ്പം ഷാമ്പു ഇട്ട് ഒന്ന് കുളിപ്പിച്ച് ഇങ്ങോട്ട് എടുത്തു കേട്ടോ അവനെ. അടിയിലൊക്കെ മുകളിൽ പുതുവത്തൊന്നും കുളിപ്പിച്ചില്ല. ടർക്കി കെട്ടി വിട്ടൊക്കെ ഒന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു നീ ടർക്കി കെട്ടിയിരിക്കും. അവൻ്റെ കാല് കൈയൊക്കെ ചെളിയാക്കിക്കൊണ്ട് വന്ന് ഇത് കണ്ടോ. മുകളിൽ ചെന്ന് കിടന്നതാണ്. ഒരുത്ത ടർക്കി കെട്ടിയിരിക്കുന്ന കണ്ടോ. ഇപ്പം എനിക്ക് പണി ഉണ്ടാക്കി തന്ന അവിടെ കിടക്കല്ലേടാന്ന് പറഞ്ഞു. അവിടെ മുകളിൽ വെള്ളം വീണിട്ടേ അവിടെ അത്ര മണ്ണുമൊക്കെ ആയിരുന്നു. ഇത് കണ്ടോ കാല് കൈയൊക്കെ നിറച്ച് ചെളിയും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന്. അപ്പം മമ്മി ഇതേ ഒന്ന് ഷാമ്പു ഇട്ട് തേച്ച് കുളിപ്പിച്ചൊക്കെ കൊടുത്ത് വന്നു. ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ചില്ല കേട്ടോ. എപ്പോഴെപ്പോഴും വെള്ളം ഒഴിക്കാൻ പാടില്ല അവർക്ക്. മുകളിൽ ഞാൻ പറയുന്നതിന് മുമ്പ് അവൻ ചെന്നാൽ അവിടെ കിടന്ന് അവിടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് വീണിട്ട് ചെളിയായിരുന്നു. ടർക്കിയൊക്കെ ഉടുത്ത് ഒരുത്ത നിൽക്കണണ്ടില്ലേ? ഓ കണ്ട ടർക്കിയൊക്കെ ഉടുത്ത് ഒരുത്ത നിൽക്കുന്നത് കണ്ടില്ലേ? കണ്ട് വല്ല കാര്യമുണ്ട് അവിടെ ചെന്ന് കിടക്കാൻ? മമ്മിക്ക് പണി ഇരട്ടി പണി ഉണ്ടാക്കി തന്ന്. വന്നേ ബാ തുടക്കട്ടെ മാമ ഒന്നും കൂടെ. ബാ ഇവിടെ വന്നേ. ബാ നോക്കട്ടെ. ടർക്കിയൊക്കെ ഉടുത്ത് വലിയ ആളെ പോലെ നിൽക്കുന്നു. നോക്കട്ടെ മാമ. അയ്യോ ടർക്കി ഊരി മാമ ഊരട്ടെ. അവിടെ ചെന്ന് കിടക്കാമോ? ചെളിയല്ലേ അവിടെ വെള്ളം വീണിട്ട്? മമ്മി പറയുന്നതിന് മുമ്പ് നീ അവിടെ തണുപ്പുണ്ടായി, അതുകൊണ്ടാണ് അവൻ അവിടെ കിടന്നത്. മുകളിൽ ഭയങ്കര ചൂടല്ലേ. നിന്നോട് വരണ്ടാന്ന് പറഞ്ഞാലും ഇപ്പോൾ മമ്മിക്ക് ഇരട്ടി പണിയായ. നൈറ്റി മൊത്തം നനഞ്ഞു മമ്മിയുടെ. ഓ അമ്മ അല്ലേ മമ്മിക്ക് ഉണ്ടാക്കി തന്നെ. കണ്ടില്ലേ അവിടെ ചെന്ന് കിടക്കല്ലേടാന്ന് പറയുന്നതിന് മുമ്പ് ഇവിടെ വെള്ളമുണ്ടാ? വെള്ളമൊന്നുമില്ല. അല്ല ശരിയായി. എന്ത് ഇതായിരുന്നു അവിടെ. ഒന്നാമത്തെ മോട്ടർ വെള്ളം വീണ്. ചേട്ടാ ഞാൻ പകുതി കുളിച്ചിട്ടൊക്കെ വന്ന്. കുളിച്ചിട്ട് വന്ന് ചൂടത്തൊന്ന് മുതുകത്ത് മാത്രം വെള്ളം ഒഴിക്കുക. ഇരട്ടി പണി മമ്മിക്ക് ഉണ്ടാക്കി തന്ന്. മമ്മിക്ക് പണിയില്ലാത്തോണ്ട് പണി ഉണ്ടാക്കി തന്ന മോൻ.